ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 32. ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് പാർവതി വന്ന് എഴുത്. ഒരു പ്രോബ്ലം ബോർഡിൽ എഴുതിയിട്ട് ഭദ്രൻ അവളെ നോക്കി ഇത്തിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. ദൈവമേ, ഈ ടാനും കോസും ഒക്കെ കണ്ടുപിടിച്ചെൻ്റെ തലയിൽ ഇടുത്തി വീഴണേ. അവൾ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പതിയെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. പോകുന്ന പോക്കിൽ ഭദ്രനെ ഒന്ന് നോക്കി ദഹിപ്പിക്കുവാനും പെണ്ണ് മറന്നില്ല. അറിയാം, ഇത് അങ്ങേര് തനിക്കിട്ട് തന്ന പണിയാണെന്ന്. ക്ലാസ്സിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അയാൾ നീട്ടിയ മാർക്കറും വാങ്ങി ബോർഡിനരികിലേക്ക് ചെന്ന് നിന്നവൾ. പക്ഷേ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന ചോദ്യം കണ്ട് ശരിക്കും പെണ്ണിൻ്റെ കണ്ണ് മിഴിഞ്ഞു പോയിരുന്നു. ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. അവൾ അത് പല വീക്ഷണകോണിൽ കൂടിയും നോക്കി. ചാഞ്ഞും ചെരിഞ്ഞും തലചിരിച്ചും അങ്ങനെയൊക്കെ. ഒടുവിൽ മാർക്കറിൻ്റെ ക്യാപ്പ് തുറന്ന് എന്തെഴുതണമെന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പിറകിലാരോ വന്ന് നിൽക്കുന്നത് പോലെ പാർവതിക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു, നെഞ്ചിന് മുകളിൽ 2 കൈകളും പിണച്ചു കെട്ടി തന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി നിൽക്കുന്ന ചാക്കോ മാഷിനെ. അവളൊന്ന് ചിരിക്കുവാനായി ശ്രമിച്ചു. പക്ഷേ ആ ചിരി എന്തുകൊണ്ടോ ഭദ്രൻ അവനെ കളിയാക്കുന്ന പോലെയാണ് തോന്നിയത്. നിനക്കിത് ചെയ്യാൻ അറിയാവോ? ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ അവൻ ചോദിച്ചു. പാറു അറിയില്ല എന്ന രീതിയിൽ ചുമലൊന്ന് പൊക്കി താഴ്ത്തി ആംഗ്യം കാട്ടി. സേ യെസ് ഓർ നോ പാർവതി. അവളുടെ ആക്ഷൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ ഉച്ചത്തിൽ വീണ്ടും ചോദിച്ചു. അറിയില്ല സർ. മുഖം കുനിച്ച് നിന്നുകൊണ്ട് പെണ്ണൊന്ന് പരിങ്ങി. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ? ഭദ്രൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചീറി. പെണ്ണൊന്ന് പേടിയോടെ മൂളി. പിന്നെന്തുകൊണ്ട് പഠിച്ചുകൊണ്ട് വന്നില്ല? അവൻ്റെ ചോദ്യത്തിന് പാർവതിക്ക് പറയുവാൻ മറുപടിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പനി പിടിച്ച് നിങ്ങളുടെ വീട്ടിലല്ലേ താൻ കിടന്നതെന്ന് അവൾ കലറി വിളിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യം മോശമായതുകൊണ്ട് മാത്രം അവൾ നിശബ്ദയായി നിന്നു. രാവിലെ കെട്ടിയൊരുങ്ങി വന്നാൽ മാത്രം പോരാ, വല്ലതും പഠിക്കുകയും വേണം. അതെങ്ങനെയാ? അതിനല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്, മറ്റു പലതിനും അല്ലേ? ഭദ്രൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായതും പാറു അവനെ ചെറഞ്ഞു നോക്കി. മാത്തൻ തന്നെയൊന്ന് കെട്ടിപ്പിടിച്ച കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാരാരാ ഡയലോഗ് അടിച്ചതെന്ന് അവക്കപ്പോഴേ മനസ്സിലായിരുന്നു. പഠിക്കാനാണെങ്കിൽ മാത്രം കോളേജിലേക്ക് കെട്ടിയെടുത്താൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ മതി നീയൊക്കെ. പിന്നെ എന്തൊക്കെയോ ഭദ്രൻ പറയുന്നത് കേട്ടു. ഇത്തിരി പഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ ചെവിയെ വെക്കാമെന്നായിരുന്നു അവളപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. കുറേ കഴിഞ്ഞപ്പോൾ പാർവതിക്ക് നിന്ന് കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ വാ കഴിക്കുന്നില്ലയോ എന്തോ. എന്നിട്ടും വഴക്കു പളിച്ച് നീർത്താത്തവൻ്റെ മുഖത്തേക്ക് അവൾ സംശയത്തോടെ നോക്കി. ഭദ്രൻ ക്രിക്കറ്റിൻ്റെ കമൻട്രി പറയുന്നത് പോലെ കത്തിക്കയറുകയാണ്. സർ. ഒടുവിൽ സഹിക്കാൻ വയ്യാതെ പാർവതി അവനെ വിളിച്ചു. സർ. എന്നിട്ടും അവൾ വിളിച്ചത് കേൾക്കാതെ നിന്ന് അലറുന്നവനെ അവൾ കയ്യിൽ തട്ടി വിളിച്ചു. എന്തോ? പാറു ചെയ്ത പണി തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവനൊന്ന് ഞെട്ടി പിന്നിലേക്ക് 2 അടി വെച്ചു. അപ്പോഴും അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള ക്രോധം കെട്ടടങ്ങിയിരുന്നില്ല. എനിക്ക് ബാത്റൂമിൽ പോകണം. അവർ വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കി ചുണ്ടു ചുളുക്കി. സർ, എനിക്ക് അർജൻറ്റാണ്, വിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ. അവൾ മുഴുവനും പറയാൻ സമ്മതിച്ചില്ല. അതിനു മുന്നേ തന്നെ ഭദ്രൻ്റെ ഗെറ്റൗട്ട് പെണ്ണിൻ്റെ ചെവിയിൽ വന്ന് വെതിച്ചിരുന്നു. അവളൊരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ഈ പാറുവിനോടാ നിങ്ങളുടെ കളി. ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം പാർവതിയുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ പറഞ്ഞു. എടി, ആ ചാക്കോ മാഷിന് നിന്നോട് വല്ല മുൻജന്മ വൈരാഗ്യമുണ്ടോ? ഇന്ന് നിന്നെ വിളിച്ച വഴക്ക് കേട്ട് എനിക്ക് പോലും സങ്കടം വന്നുപോയി. കഴിച്ചു കഴിഞ്ഞ് ഗ്രൗണ്ടിൽ പോയി ഇരിക്കുന്നതിനിടയിൽ ചാരു ഇത്തിരി സങ്കടത്തോടെ പറഞ്ഞു. എനിക്കും അത് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അയാൾ നിന്നോട് ബദ്ധശത്രുവിനെ പോലെയാ എപ്പോഴും പെരുമാറുന്നേ. മാത്തനും അത് ശരിവയ്ക്കുന്ന രീതിയിൽ സമ്മതിച്ചുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ തിട്ടയിലേക്ക് പോയിരുന്നു. പിന്നാലെ അവരും. ആർക്കറിയാം, എന്നെ കണ്ട് അന്ന് തൊട്ട് തുടങ്ങി സുക്കേടായത്. അങ്ങേരും മരിച്ചുപോയ ഭാര്യയുടെ ഫോട്ടോയുടെ ചില്ലു പൊട്ടിയതോടുകൂടി അതിൻ്റെ തീവ്രത കൂടുകയും ചെയ്തു. അന്നെൻ്റെ പൊട്ടിച്ചതാണ് ആ കാലമാടൻ.
അത് കഴിഞ്ഞ് പിന്നെ എനിക്കും വാശിയായി. നിങ്ങൾക്കറിയോ, എനിക്ക് തിരിച്ചറിവായപ്പോൾ തൊട്ട് ആരും എന്നെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അങ്ങനെ എൻ്റെ മേലാണ് ആ കോപം കൈവച്ചത്. പാറുവിന് ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോട്ടടി, അങ്ങേർക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം. നീ വിഷമിക്കാതെ ഇരിക്കുക. എന്നെങ്കിലും അയാളെ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ പലിശയും കൂട്ടുപലിശയും ചേർത്ത് അങ്ങ് താങ്ങിക്കോണം. മാത്തൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിക്കുമ്പോൾ ഭദ്രൻ എങ്ങനെ ഒരു പണി കൊടുക്കാമെന്നുള്ളതിൻ്റെ ആലോചനയിലായിരുന്നവൾ. പാർവതിയുടെ സങ്കടം അത്രമേൽ അവൻ്റെ നെഞ്ചകം പൊള്ളിച്ചിരുന്നു. അത് ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല. അങ്ങേർക്കിട്ട് അടാറ് പണി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് പാർവതി എന്നല്ല. അവളുടെ മാനസികാവസ്ഥ അറിഞ്ഞെന്ന വണ്ണം ചാരുവും റോഷനും ഒരുപോലെ പെണ്ണിനെ ചേർത്ത് പിടിച്ചു. എത്രയൊക്കെ സന്തോഷം അഭിനയിച്ചാലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഭദ്രൻ ദേഷ്യപ്പെട്ട രീതി അവളുടെ മനസ്സിൽ അപ്പോഴും ഒരു മുറിവായി കിടക്കുന്നുണ്ടായിരുന്നു. പാറു കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയതേയുള്ളൂ. അപ്പോഴേക്കും കൃഷ്ണൻ നായരുടെ വിളി അവളെ തേടിയെത്തിയിരുന്നു. മുത്തശ്ശ. പാർവതി ബാഗ് ഹാളിലുള്ള സെറ്റിയിലേക്ക് വെച്ചിട്ട് അയാളുടെ മുൻപിലോട്ടൊരു സംശയത്തോടെ ചെന്ന് നിന്നു. നിനക്ക് ക്ലാസ് പഠിപ്പിക്കുന്ന കണക്കൊന്നും മനസ്സിലാവുന്നില്ലേ? അയാൾ കൊച്ചുമകളെ രൂക്ഷമായിട്ട് നോക്കിയാണ് ആ ചോദ്യം ചോദിച്ചത്. പാർവതിക്കൊരു നിമിഷം മനസ്സിൽ വെള്ളിടി വെട്ടി. അവൾ വിറയലോടെ മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി. പറയ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ? കൃഷ്ണൻ വീണ്ടും ചോദിച്ചു. ഉണ്ട്. തൻ്റെ മുഖത്ത് തെളിഞ്ഞു കത്തുന്ന കള്ളത്തരം പിടിക്കപ്പെടുമോ എന്നുള്ള പേടി കാരണം അവൾ തലകുനിച്ചു നിന്നാണ് ഉത്തരം നൽകിയത്. എന്നിട്ട് ഭദ്രൻ ചെയ്യാൻ പറഞ്ഞ ചോദ്യത്തിന് നീ എന്തുകൊണ്ട് ഉത്തരം എഴുതിയില്ല? അതിനുള്ള മറുപടി അവളുടെ പക്കലില്ലായിരുന്നു. അത് പിന്നെ എന്തോ പറയുവാനായി ശ്രമിച്ചിട്ടും അവൾക്കതിനായില്ല. തൻ്റെ ക്ലാസ്സിലെ പെർഫോമൻസൊക്കെ നല്ലവനായ ഭദ്രൻ അപ്പോഴപ്പോൾ മുത്തശ്ശനെ വിളിച്ച് അറിയിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൾക്കൊരു പുതിയ അറിവായിരുന്നു. പെണ്ണിൻ്റെ മനസ്സിലുള്ള കോപം ആളിക്കത്തുവാൻ ഇനി മറ്റൊരു കാരണവും ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി അതും ഇതിനൊന്നും പറയേണ്ട കാര്യമില്ല. പഠിച്ചത് മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ തന്നെ നിനക്ക് അവനോട് ചോദിക്കണമായിരുന്നു. ഒന്നാമത്തെ കണക്കാണ്, അതും ഡിഗ്രി ക്ലാസ്. ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ പിന്നീടൊന്നും മനസ്സിലായെന്ന് വരില്ല. കൃഷ്ണൻ പറയുന്നത് കേട്ട് അവൾ തലയാട്ടിക്കൊണ്ട് നിന്നു. അത്രമാത്രം. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. അയാളുടെ ശബ്ദം പതിവില്ലാത്തതുപോലെ മംഗലശ്ശേരി തറവാട്ടിൽ മുഴങ്ങിക്കേട്ടു. പാർവതി ഒന്ന് ഞെട്ടിക്കൊണ്ട് അയാളെ ഉറ്റുനോക്കി. ഇന്നു മുതൽ കോളേജ് വിട്ട് വന്നാൽ ഉടനെ വല്ലതും കഴിച്ചിട്ട് നീ ഭദ്രൻ്റെ അടുത്ത് ട്യൂഷന് പോയിക്കോണം. അവനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കേട്ടതും ജീവനുള്ള പാവയെപ്പോലെ അവൾ വിളറി വെളുത്ത് നിന്നുപോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാൻ കേട്ടോ. എൻ്റെ പിള്ളേരെ വായിച്ചിട്ട് റിവ്യൂ ഒന്നിട്ടിട്ട് പോവോ? അത് കണ്ടാലേ എനിക്ക് വല്ലതും എഴുതാൻ തോന്നും. അല്ലേ ഞാനും മടി പിടിച്ചിരിക്കും. അപ്പം ബൈ ബൈ.